ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറേജിനെ കുറിച്ച് തന്നെയാണ്. ഹൈറേജിൽ ഈ പോളിംഗ് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. അവരിപ്പോഴും പറയുന്നത് FIR ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. അതൊക്കെ മാറി. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു പറഞ്ഞത്. FIR ഇട്ടവരുടെ കേസ് അവിടെ നടക്കും, ബാക്കി പോളിംഗം ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. FIR ഇട്ടവർക്ക് പോളിംഗം കിട്ടൂല, ഒന്നും കിട്ടൂല, റോയാലിറ്റിയും കിട്ടൂല, ഒന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ട്. പക്ഷേങ്കിൽ ഇപ്പം FIR ഇട്ടവരുടെ കാല് പിടിച്ച് രാവിലെ വിളിക്കുന്നു, ഉച്ചക്ക് വിളിക്കുന്നു, വൈകുന്നേരം വിളിക്കുന്നു, അത് മണിക്കൂറുകളോളം വിളിക്കുന്നു. മാഡം 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 ഒന്ന് വക്കീലിൻ്റെ ഓഫീസ് വരെ വാ മാഡം, എന്നിട്ട് നിങ്ങളൊന്ന് അഫിഡവിറ്റ് ഒപ്പിട്ട് തരൂ മാഡം, നിങ്ങൾക്ക് പണം തരാൻ വേണ്ടിയിട്ടാണ് മാഡം നമ്മൾ വിളിക്കുന്നത്, നിങ്ങൾക്കും നമുക്കും ഒന്നിച്ച് പണം കിട്ടും മാഡം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ FIR ഇട്ടവരുടെ ഇവർക്ക് വേണ്ടിയിട്ട് വണ്ടി വരെ, മാഡത്തിന് വേണമെങ്കിൽ വണ്ടി വരെ റെഡിയാക്കി തരാം മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നു. വക്കീൽ ഓഫീസിൽ വരാനുള്ള വണ്ടി വരെ റെഡിയാക്കി തരാം. ഇവർ പണ്ട് പറഞ്ഞിരുന്നത് FIR ഇട്ടാൽ പണം കിട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ എന്തുകൊണ്ടാണ് FIR ഇട്ടവർക്ക് പൈസ കിട്ടാത്തത് എന്നതിനെക്കുറിച്ചാണ്. FIR ഇട്ടവർക്ക് പണം കിട്ടാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കേസ് നീട്ടി കൊണ്ടുപോകുന്നത് മാത്രമാണ്. എന്നാലും അതിനൊരു പരിധിയുണ്ട്. അത് ഇപ്പോൾ തന്നെ ക്ലെയിം ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. ക്ലെയിം ലിസ്റ്റ് ആദ്യഘട്ടത്തിൽ പെർഫെക്റ്റായിട്ട് ക്ലെയിം ഫോം ഫില്ല് ചെയ്തവരുടെ ആദ്യഘട്ട ക്ലെയിം ലിസ്റ്റ് കോടതിയിൽ കൊടുക്കാനുള്ള, അതിൻ്റെ അപ്രൂവൽ വാങ്ങാനുള്ള ക്ലെയിം ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസത്തെ വാദത്തിനിടയ്ക്ക് ഹൈക്കോടതിയിൽ ബെച്ചു കുര്യൻ സാർ തന്നെ പറഞ്ഞു, എന്താണ് ഇവിടെ കോമ്പറ്റൻ്റ് അതോറിറ്റിയും സെഷൻസ് കോടതിയും എന്താണ് നിക്ഷേപകർക്ക് പണം കൊടുക്കാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കോടതിയിലെ കേസ് നിക്ഷേപകർക്ക് പണം കൊടുക്കുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ് ബെച്ചു കുര്യൻ സാറിൻ്റെ ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ബെച്ചു കുര്യൻ സാർ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ സീനിയറായിട്ടുള്ള ഒരു ജഡ്ജാണ്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു അറിവുള്ള ഒരാളാണ്. പല ബഡ്സ് കേസ് മുൻപും കൈകാര്യം ചെയ്ത് അറിവുള്ള ഒരാളാണ്. അപ്പോൾ പ്രമാദമായ പല കേസുകളുടെയും വിധിന്യായം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ജഡ്ജി കൂടിയാണ് ബെച്ചു കുര്യൻ സാർ. അപ്പോൾ ഇങ്ങനെ കേസ് ഇട്ട് നീട്ടി വാദിക്കാതെ നീട്ടി നമുക്കറിയാം, പണ്ട് ഒരു FIR തള്ളൽ കേസ് ഇവർ 14 തവണയാണ് നീട്ടിവെച്ചിരിക്കുന്നത്. 15ാമത്തെ തവണ ബെച്ചു കുര്യൻ സാർ ചോദിച്ചു, എന്താണ് ഉദ്ദേശം, ഇങ്ങനെയുടെ കേസ് ഫയൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ വല്ലതും ഉദ്ദേശമുണ്ടോ, ഇത് ഞാൻ തള്ളണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നമ്മൾ പിൻവലിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ FIR ക്വാഷിംഗ് കേസിൻ്റെ സ്ഥിതി. അപ്പോൾ ഇതുപോലെ തന്നെ മാർച്ച് 10 മുതൽ തുടങ്ങിയ വാദം ഡിസംബർ 4 ഇതുവരെ ഇവരുടെ കമ്പനിയുടെ ബിസിനസ് എന്താണ്, എങ്ങനെയാണ് ഇവർ കോടിക്കണക്കിന് രൂപ പൂളിംഗം കൊടുത്തത്, 800 രൂപയുടെ ID അടിച്ചവന് എങ്ങനെയാണ് 8 കോടിയുടെ വരുമാനമുണ്ടായത് എന്നീ കാര്യങ്ങൾ ഇതുവരെ കോടതിയിൽ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയോ പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ പണ്ട് ഇവരുടെ കേസ് ആദ്യം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവരുടെ വക്കീലിനോട് ജഡ്ജ് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ട് ഈസ് യുവർ ബിസിനസ്. അന്നേരം അതിനൊന്നും ഉത്തരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നിൻ്റെ ബിസിനസ് എന്താണെന്ന് പറ, എന്നിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ വാദം കേൾക്കാമെന്ന് കൂടി പറഞ്ഞപ്പോൾ, അത് ബിസിനസ്സിൻ്റെ മോഡൽ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ പൈസ കൊടുക്കുന്നത്, നിങ്ങൾ പറയുന്നു ഇത് ഓൺലൈൻ ബിസിനസ്സാണെന്ന് പറയുന്നു, ഞാനൊരു വാഷിംഗ് മെഷീൻ ഓർഡർ ചെയ്യുന്നു, എനിക്ക് സാധനം കിട്ടുന്നു, ഞാൻ പണം കൊടുക്കുന്നു, അല്ലാതെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ
അതിനിടയ്ക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് വിതരണം, എങ്ങനെയാണ് ഈ ഇടനിലക്കാരൻ കോടികൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അശ്വിനെ എന്ന് ചോദിച്ചിട്ടും അതിനൊന്നും ഉത്തരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇത് നിക്ഷേപം അല്ലെങ്കിൽ മുൻകൂട്ടി പൈസ വാങ്ങിക്കുന്നു എന്ന് പറയുകയും അതിന് നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി മുൻകൂട്ടി പൈസ വാങ്ങിക്കുന്നു എന്ന് പറയുകയും അതിന് പ്രോഫിറ്റ് കൊടുക്കുകയും സാധനം വാങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു തട്ടിപ്പ് പരിപാടിയാണ് പ്രതാപൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് മുൻകൂട്ടി നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി 4 കോടി രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്ത അനിൽകുമാർ എന്നു പേരുള്ള ഒരു ഡോക്ടർ വരെ ഇതിലുണ്ട്. 1 കോടിയുടെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് മുൻകൂർ തുകയാണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് അരിയും പഞ്ചസാരയും ചായപ്പൊടിയും ഉപ്പും ഒക്കെ വാങ്ങാൻ വേണ്ടി ആൾക്കാർ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നു. എന്നിട്ട് സാധനം വാങ്ങുന്നില്ല. എന്നിട്ട് അതിന് പൂളിംഗം വാങ്ങി അതിനേക്കാൾ കോടികൾ ഉണ്ടാക്കുന്നു. ഒരു പണിക്കും പോവാതെ ഇങ്ങനെ ആൾക്കാരെ മറ്റുള്ളവരെയും ഇതിലേക്ക് പെടുത്തി അതിൻ്റെ കമ്മീഷൻ അടിച്ച് സുഖിച്ച് ജീവിച്ച് പോരുകയായിരുന്നു കുറച്ച് ലീഡർമാർ. 1000-ഓളം ലീഡർമാരുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ബിസിനസ് മോഡൽ. ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. 5 ലക്ഷത്തിൻ്റെ OTT എടുക്കുമ്പോൾ 50,000 രൂപയാണ് ആ സ്പോട്ടിൽ കമ്പനിയിലേക്ക് അടക്കുമ്പോൾ തന്നെ 50,000 രൂപ ഇവരുടെ ചേർത്തവന് കിട്ടുകയാണ്. ഒരു ബിസിനസ് നടത്താതെ, ഒരു സിനിമയും കാണാതെ, ഒരു സിനിമ ഷൂട്ടിംഗ് പോലും തുടങ്ങാതെ ഇവർക്ക് അപ്പോൾ തന്നെ പ്രോഫിറ്റ് കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ബിസിനസ്. ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ബിസിനസ്സാണ് എന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഹൈറിച്ചിന് വേണ്ടി ഇപ്പോഴും ജയ് വിളിക്കുന്ന ആൾക്കാർ ആരെങ്കിലും പറയുമോ എങ്ങനെയാണ്, എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് ഈ പ്രോഫിറ്റ് കൊടുത്തത്? ഇങ്ങനെ പ്രോഫിറ്റ് കൊടുക്കാൻ ഏത് നിയമമാണ് നിങ്ങളെ അനുവദിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ കേസിട്ട്, ഒരു കേസല്ല ഇവരിടുക, ഒരു കേസിന് പകരം ഇവർ 10 കേസ് അവിടെയും ഇവിടെയും ഓരോ ദിവസവും കേസുകളാണ്. അപ്പോൾ ഇങ്ങനെ കേസുകളിട്ട് മറ്റുള്ള ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് കളക്ടർ ക്ലെയിം ഫോം പൂരിപ്പിച്ച് അയക്കാൻ പറഞ്ഞാൽ ഇവർ ആ സമയത്ത് നിവേദന ക്യാമ്പയിൻ നടത്തും. നമ്മൾക്ക് നിവേദന ക്യാമ്പയിനാണ് കൊടുക്കേണ്ടത്, നമ്മൾ ക്ലെയിം ഫോം അല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ക്ലെയിം ഫോമിൻ്റെ സമയപരിധി കഴിഞ്ഞിട്ടും നിരവധി ആൾക്കാർ ക്ലെയിം ഫോം പൂരിപ്പിച്ച് കൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് തൃശ്ശൂർ കലക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് ക്ലെയിം ഫോമുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു സമയപരിധിക്ക് ശേഷമാണ് കൂടുതൽ ക്ലെയിം ഫോം കിട്ടിയിരിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അപ്പോൾ ആൾക്കാർക്ക് ആ സമയത്ത് ഇവർ നിവേദന ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് ആൾക്കാരെ, പണം പോയവരെ പറ്റിക്കാൻ വേണ്ടി ലീഡർമാർ ഒരു നിവേദന ക്യാമ്പയിൻ നടത്തി. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു അതാണ്, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും എന്ന് വിചാരിച്ച് അവർ ആ സമയത്ത് ക്ലെയിം ഫോം പൂരിപ്പിക്കാതെയിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇവർ നമ്മളെ ലീഡർമാർ, കോടികൾ ഉണ്ടാക്കിയ ലീഡർമാർ നമ്മളെ ചതിക്കുകയായിരുന്നെന്ന് മനസ്സിലാക്കിയ നിക്ഷേപകർ ക്ലെയിം ഫോം അയക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ നിരവധി ആൾക്കാർ ക്ലെയിം ഫോം അയച്ചു തുടങ്ങിയിരിക്കുന്നത്. അതിൽ ആശ്ചര്യമെന്ന് പറയട്ടെ, ക്ലെയിം ഫോം അയച്ച കമ്പനിക്ക് വേണ്ടി ഘോരം വാദിച്ച ചിലർ FIR-ഉം ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഈ കമ്പനി നമുക്കറിയാം ഇവരുടെ എല്ലാ പ്രൊജക്റ്റുകളും അനുമതിയില്ലാതെ ജനങ്ങളിൽ നിന്ന് പണം വാങ്ങിയതാണ്. അതുകൊണ്ട് ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് കമ്പനി തന്നെ കേസ് അവസാനിപ്പിക്കാതെ അപ്പീലും അത് പല റിട്ട് പെറ്റീഷനും ഇടുന്നത് കൊണ്ടാണ് ഈ കേസ്
ജനങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞിട്ടും പണം ലഭിക്കാതെ വന്നത്. അല്ലെങ്കിൽ ഒരു 6 മാസങ്ങൾ കൊണ്ട് പണം ലഭിക്കേണ്ടിയിരുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഈ ബഡ്സ് കേസിന് ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് FIR ഇട്ടവർക്ക് പണം ലഭിക്കാത്തത്. അത് മനസ്സിലായല്ലോ. ഇനി FIR ഇടാത്തവർക്ക് എന്തുകൊണ്ടാണ് പണം ലഭിക്കാത്തത് എന്ന് ചോദിച്ചാൽ, ആർക്കെങ്കിലും പണം ലഭിച്ചിട്ടില്ല എന്ന്, ആർക്കും പണം ലഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ FIR ഇടാത്തവർക്ക് പണം ലഭിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒരിക്കലും ഈ തട്ടിപ്പ് കമ്പനി FIR ഇടാത്തവർക്ക് പണം കൊടുക്കുകയില്ല. FIR ഇട്ടവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് പണവും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അവർക്ക് ഇത് പല തട്ടിപ്പുകളും. അവരിപ്പോൾ അവസാനമായി പറഞ്ഞു കേൾക്കുന്നത് പുതിയൊരു കമ്പനി തുടങ്ങി നിങ്ങൾക്ക് അതിൻ്റെ ലാഭം എടുത്തു തരും എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് കമ്പനി പല ആശയങ്ങളുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1-2 വ്യക്തികളുമായി യോജിച്ചുകൊണ്ട് 2 കമ്പനി. ചില ആൾക്കാർ പറയുന്നു ഇവരുടെ പണ്ടത്തെ മർക്കൻറ്റൈൽ സിസ്റ്റം തുടങ്ങിയ ആളുമായി കമ്പനി തുടങ്ങാം. ചില ആൾക്കാർ പറയുന്നു പപ്പട കമ്പനിയാണ് തുടങ്ങേണ്ടത്. ചില ആൾക്കാർ പറയുന്നു അതല്ല, കമ്പനിയുടെ തന്നെ നിയന്ത്രണത്തിൽ വേറെ പ്രൊഡക്റ്റ് വിൽക്കുന്ന കമ്പനിയാണ് വരേണ്ടത്. അങ്ങനെ പല കാര്യങ്ങളാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അപ്പോഴാണ് ഒരുപാട് ആൾക്കാർ കമ്പനി തന്നെ തിരിച്ചു വരുമെന്നും പോളിംഗം കിട്ടുമെന്നും വിചാരിച്ചിരിക്കുന്നത്. ഇവരോടൊക്കെ എന്ത് പറയാൻ. അപ്പോൾ ഇതുകൊണ്ടാണ് FIR ഇടാത്തവർക്ക് പണം ഒരിക്കലും ലഭിക്കില്ല. FIR ഇടുന്നവർക്ക് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കളക്ടർ ഉണ്ടാക്കിയ ലിസ്റ്റ് സെഷൻസ് കോടതി അംഗീകരിക്കുന്നതോടുകൂടി അവർക്ക് പണം ലഭിച്ചു തുടങ്ങും. ബൈ.